പറഞ്ഞ ഒരു കേസിൽ എങ്ങനെയാണ് സമൻസ് വന്നത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കണം, ഞങ്ങളല്ല ചോദിക്കേണ്ടത്, പറഞ്ഞവർ ചോദിക്കണം. ഇവിടെ സമൻസ് കിട്ടിയിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല, വിദേശത്ത് പോയിട്ട് സമൻസ് സെർവ് ചെയ്തിട്ടില്ല, ക്ലിപ്പ് ഹൗസിൽ സമൻസ് സെർവ് ചെയ്തിട്ടില്ല. എവിടെയാ സെർവ് ചെയ്തത് എന്ന് പരാതി പറഞ്ഞ നിങ്ങൾ തന്നെ ചോദിക്കുക. നല്ല ബന്ധമില്ല നിങ്ങൾക്കുള്ളത്. ഇപ്പൊ പറയുന്നത് എന്താ? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇഡിയും പിണറായിയും യോജിച്ചെന്നല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ അന്തർധാര അങ്ങനെയാണെങ്കിൽ ഉടനെ നിങ്ങൾ പറയണം, ഈ അന്തർധാര പിണറായിയുമായിട്ട് ഇഡി ഉണ്ട്, അതുകൊണ്ട് ഇഡിനെ പിരിച്ചു വിടണമെന്ന് പറയണം. ആര് പറയണോ? ഇത് കൊണ്ടുവന്ന ആൾക്കാർ പറയണം, വെറുതെ നിൽക്കരുത്. ഇത് നിങ്ങൾ ഫോളോ അപ്പ് നടത്തണം. എന്നിട്ട് പറയണം, നിങ്ങൾ പിണറായി വിജയനെ സഹായിക്കുന്നു, അതുകൊണ്ട് ഇത് പിരിച്ചു വിടണമെന്ന് പറയണം. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും ധനകാര്യ വകുപ്പ് മന്ത്രിയോടും പറയുക. എന്നിട്ട് ആ പണി പൂർത്തീകരിച്ചതിന് ശേഷം ഞങ്ങളോട് ചോദിക്കുക. അപ്പൊ ഞങ്ങൾ മറുപടി പറയും കൃത്യമായിട്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? രണ്ടാമത്തെ കാര്യം, ഈ ഒരു കേസ് ഇപ്പം വന്നതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഗവൺമെന്റ് വരാൻ പോകുന്നു എന്നൊരു ധാരണ പൊതുവിൽ വന്നു. അതിനനുകൂലമായിട്ടുള്ള പൊതുവികാരവും വന്നു. അതിന്റെ ഭാഗമായി പല നാടകങ്ങളും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നാടകങ്ങളൊന്നും കേരളത്തിൽ നടപ്പിലാകില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം ഉന്നയിച്ച വ്യക്തിയെ കയ്യോടെ പിടിച്ചു. അതെ, ഉണ്ണികൃഷ്ണൻ പോയിട്ടിനെ കയ്യോടെ പിടിച്ചു. ചോദ്യം ചെയ്യൽ മാത്രമേ നടക്കുന്നുള്ളൂ. അല്ല, ചോദ്യം ചെയ്തതിന് ശേഷമാണല്ലോ അറസ്റ്റ് നടക്കുക. അതെന്തിനാന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാണ്. അതാദ്യം മനസ്സിലാക്കണം. FIR ഇട്ടിട്ട് അന്വേഷിക്കുകയും ചെയ്യും, അന്വേഷിച്ചിട്ട് FIR. അല്ല, അതെ, അത് ആര് പിടിച്ചു കഴിഞ്ഞാലും ഹൈക്കോടതി അന്വേഷിക്കുകയാണല്ലോ. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിഗംഭീരമായ ഒരു ഏജൻസി അന്വേഷിക്കുകയാണല്ലോ. ഉപ്പ് തിന്നവനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുമെന്ന് മാത്രമല്ല, ഇതിൽ പെട്ട എല്ലെണ്ണത്തിനെയും അങ്ങനെ തന്നെ വേരോടെ പിഴുതെടുത്ത് നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവരും. ആ വെള്ളം കുടിക്കുക കാണാം. നിങ്ങൾ കുറെ വെള്ളം കുടിപ്പിച്ചല്ലോ, കുറെ വെള്ളം കുടിപ്പിക്കുക. സ്വർണ്ണ കേസ് ഉണ്ടായിരുന്നല്ലോ, വെള്ളം കുടിപ്പിച്ചല്ലോ. ഡോളർ കേസ് ഉണ്ടായിരുന്നല്ലോ, വെള്ളം കുടിപ്പിച്ചിട്ടല്ലോ. കെ ഫോൺ ഉണ്ടായിരുന്നല്ലോ, വെള്ളം കുടിപ്പിച്ചല്ലോ. AI ക്യാമറ ഉണ്ടായിരുന്നല്ലോ, വെള്ളം കുടിപ്പിച്ചല്ലോ. ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, ഡാറ്റ ചോർത്തൽ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെറ്റി കേസ് പിണറായിക്കെതിരായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ഇപ്പോഴും ഇത് വീണ്ടും ലാവിലിൻ എന്നും പറഞ്ഞിട്ട് പറയാണല്ലോ. അത് അവരോട് ചോദിക്കുന്നു. ഇവിടെ കിട്ടിയിട്ടില്ല. വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അതെ, വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ പിണറായി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടിയും പറയേണ്ടതില്ല. വെബ്സൈറ്റിലുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. വെബ്സൈറ്റിലുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, നിങ്ങൾ എന്താണ് ഇതിന്റെ തുടർ നടപടി എടുക്കാതിരുന്നതെന്ന്. ഞങ്ങളല്ലല്ലോ ചോദിക്കണ്ടേ? അതെ, ഞങ്ങളുടെ പേരിൽ എന്താ കേസ് എടുക്കാത്തത്? പിണറായി അല്ലല്ലോ ചോദിക്കണ്ടേ? വെറുതെ ഇത് മനോരമയല്ലേ? അല്ല, മാതൃഭൂമി ഏതാ? മനോരമ. ചോദിക്ക്, ആരോട് ചോദിക്കണോ? പിണറായിക്ക് സമൻസ് അയച്ചിട്ടുണ്ട്, വെബ്സൈറ്റിൽ ഉണ്ടല്ലോ. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സമൻസുമായി ബന്ധപ്പെട്ടും പിന്നീട് ശബരിമലയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്.